ഏറ്റവും ആദ്യം ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പടമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അറിയേണ്ട ഇങ്ങനെ ഒരു പടം വരുന്ന കാര്യം. മെയ് 16-ാം തീയതി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാന്റസി സിനിമയാണ്. അതിൻ്റെ അകത്ത് സണ്ണി വെയിൻ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാന്റസി ജോണറിൽപ്പെട്ട ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്, മനുഷ്യനും ദൈവവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ പടം തന്നെയാണിത്. നിങ്ങളെ എന്റർടൈൻ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണല്ലോ. ദൈവത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അമ്മ, അച്ഛൻ, ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാള് ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നു, വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടുതലും സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം വന്ന ഉടനെ എന്നാൽ പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോവാം? പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആദ്യം റെക്ടിഫൈ ചെയ്യുക. ദൈവം പറയുന്നത്, ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കുക ആ പ്രശ്നം എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദൈവം ആ പാതയാണ് കാണിച്ചു തരുന്നത്. ദൈവം പാത കാണിച്ചു തരുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു, ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു.